അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. ഉയരപ്പാത നിർമ്മാണം ജനങ്ങളുടെ വിഷമതകൾ പരിഹരിക്കുവാൻ അരൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. പ്രശ്നപരിഹാരാർത്ഥം നടത്തിപ്പിന് സമിതി രൂപീകരിച്ചു. വാർത്തകൾ വിശദമായി. ഉയരപ്പാത നിർമ്മാണവുമായി ജനങ്ങൾ അനുഭവിക്കുന്ന വിഷമതകൾ പരിഹരിക്കുന്നതിലേക്ക് കൂടുതൽ ഊർജ്ജസ്വലമായ പ്രവർത്തനത്തിനായി അരൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. അരൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ജൂലൈ 15 തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് നടന്ന യോഗത്തിൽ അരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ ഫ്രണ്ട് വശം വരെയെല്ലാം അടച്ചുകെട്ടി സ്കൂളുകൾക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകളൊക്കെയായി ബന്ധപ്പെട്ട്, അതായത് ആദ്യത്തെ നമ്മുടെ പ്രധാന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ ഈ റോഡുമായി ബന്ധപ്പെട്ടുണ്ടായത് ഇങ്ങനെ അടച്ചു കെട്ടുന്നത് മൂലം കുട്ടികൾക്ക് ക്രോസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് കുട്ടികൾക്ക് അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചുപടിക്കവല മുതൽ നമ്മുടെ സെൻറ് അഗസ്റ്റിൻ വരെയുള്ള നമ്മുടെ റോഡ് സൈഡിലുള്ള നിരവധി സ്കൂളുകളിൽ ഒന്നും ഇതുവരെ ഈ ഒരു കാര്യത്തിൽ ഒരു കക്ഷി രാഷ്ട്രീയ ഭേദമന്യേയാണ് എല്ലാ മെമ്പർമാരും പ്രവർത്തിച്ചിട്ടുള്ളത്. വൈസ് പ്രസിഡന്റ് ഇ ഇഷാദ് സ്വാഗതം ആശംസിച്ചു. സർവകക്ഷി യോഗത്തിൽ പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, കുടുംബശ്രീ പ്രവർത്തകർ, ജനകീയ സമിതി പ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പ്രവർത്തനത്തിനായി ജനകീയ സമിതി രൂപീകരിക്കുവാൻ തീരുമാനിച്ചു. ജില്ലാ കളക്ടറുടെ പ്രഖ്യാപനങ്ങൾ നടപ്പാക്കാത്തതിൽ യോഗം പ്രതിഷേധം രേഖപ്പെടുത്തി. ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ അരൂർ മാനവീയം വേദിയിൽ ജനകീയ സംഗമം നടത്തും. നമുക്ക് പോലീസും മറ്റു സംവിധാനങ്ങളും അതെടുത്ത് മാറ്റുവാനുള്ള സംവിധാനത്തിൽ അടിയന്തരമായി പഞ്ചായത്ത് ഒരു വണ്ടി ബ്ലോക്കായാൽ മതി. എന്നാൽ ഏതാണ്ട് ഒരാഴ്ച മുമ്പ് സ്കൂളിന്റെ വടക്കുഭാഗത്ത് വാക്കയോടൊപ്പം നിൽക്കുന്ന വിധത്തിൽ റോഡിന്റെ കോൺക്രീറ്റ് പണി ഉയർത്തിയപ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. ജനകീയ മുന്നണി ഉണ്ടായിക്കൊണ്ട് ഒരു വൻപിച്ചൊരു പ്രതിഷേധ സംഭവം നടത്തി. അന്ന് ജനങ്ങൾക്ക് ബോധ്യമായി ഇതൊരു വലിയൊരു പ്രശ്നമാണ് നമുക്ക് ഉണ്ടാകുന്നത്. ഞാൻ ആ നടന്ന് കുറച്ച് വന്നപ്പോൾ എൻ്റെ ഒരു കാല് ചെടിയിലേക്ക് കൊണ്ടുപോയി. കാലിൻ്റെ മുട്ട് വരെ ചെടിയിൽ കണ്ടുപോയി. തനിയെ കയറാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ കുറേ നേരം അവിടെ ഒന്ന് നോക്കിയപ്പോൾ തൊഴിലാളി വരുന്നു. ഞാൻ അദ്ദേഹത്തെ കൈയായിട്ട് വിളിച്ചു, കൈ പിടിച്ച് വലിച്ചു കയറ്റി. അന്ന് വരുന്ന ഭാരവാഹ കണ്ടെയ്നറോ അല്ലെങ്കിൽ അതുപോലുള്ള വലിയ വണ്ടികളെ തുറവൂരിലൂടെ വിടാനുള്ള നിയന്ത്രണം ഉണ്ടാകും. വടക്കോട്ട് പോകുന്ന റോഡ് വളരെ വീതി കുറഞ്ഞതാണ്. റോഡ് രണ്ടാമത്തെ നോക്കിയുള്ളതും കട്ട കഴിക്കുന്നതും വിസ്തൃതം, ഇതൊക്കെ എല്ലാം ഇടുന്നതെല്ലാം ഈ മഴക്കാലത്ത് അതിൻ്റെതായ പരിമിതികൾ എല്ലാവർക്കും ഉണ്ട്. ജനങ്ങളിത് സഹകരിക്കാൻ തയ്യാറുണ്ടെന്ന് എനിക്ക് മനസ്സിലാണ്. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഗ്രൂപ്പുകളിലൊക്കെ ചർച്ച നടക്കുന്നത് നമ്മളിത് അനുഭവിക്കേണ്ട കാര്യം എന്താണ്? 2 ലൈൻ തന്നെ വണ്ടി പോകണമെന്ന് പറയുന്നത്. ഇപ്പൊ പഞ്ചായത്തിനോടാണെങ്കിലും സംസാരിച്ചേക്കണം 3.5 മീറ്റർ ടൈം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അവർ സിംഗിൾ ലൈനായിട്ടൂടെ യാത്ര ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവും. ഇടപെട്ട് അടിയന്തരമായിട്ട് കളക്ടറേറ്റ് യോഗം വിളിച്ചു കൂട്ടി 30-ാം തീയതിക്കുള്ളിൽ നടപടി ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പ് നൽകി. ഇപ്പൊ പോലീസുകാരാണെങ്കിൽ എങ്ങനെ വിടണം? KSRTC വിടുന്ന രാവിലെ പറയുന്നു, 10 മണിയായപ്പോഴത്തേക്ക് അവരവിടെ അടച്ചു. പിന്നെ കുറേ പേര് വന്നിട്ട് അവരെ അങ്ങോട്ട് വിടണം എന്ന് പറയുന്നു. ശരിക്കും പറഞ്ഞാൽ ആ നിൽക്കുന്ന പോലീസുകാർക്ക് ഒരു പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് കൊടുത്തിട്ടില്ല ആരും തന്നെ. ഈ പണി ആരംഭിക്കുന്ന സമയത്ത് കളക്ടറായിരുന്ന ഹരിതാബി കുമാർ അവർ ഏത് പഞ്ചായത്തുമായിട്ട് ഇതിന് DPR വെച്ചുകൊണ്ട് എന്തൊക്കെ പോരായ്മകളുണ്ടെന്ന് പരിശോധിച്ചുകൊണ്ട് നടപടി സ്വീകരിച്ചത്. ഈ കുഴപ്പമൊന്നും ഉണ്ടായാൽ വെള്ളക്കെട്ടി നമുക്ക് ഡ്രെയിനിൽ വെള്ളം പോകാൻ ഒരു പരിഹാരമില്ല. ഒരു ദീർഘവീക്ഷണമില്ലായ്മ അല്ലെ ഇതിൻ്റെ തുടക്കമെന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം മഴ ഇല്ലാത്ത അവസരത്തിലാണ് വർക്ക് തുടങ്ങിയത്. മഴ നമുക്ക് വേണം. നമ്മുടെ നാട്ടിലെ ഭയങ്കര വാഹന സഞ്ചാരങ്ങൾ കൂടുതലാണ്. ജനങ്ങൾക്ക് ദ്രോഹകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാത്ത രീതിയിൽ, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഇതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമായിരുന്നു. ഈ നാട് നേരിടുന്ന വലിയ പ്രയാസം, സഞ്ചാരവുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിവിധ സംഘടനകളൊക്കെ അവരവർക്ക് ആവുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചായത്ത് ഇന്നല്ല യോഗം വിളിച്ച് നിരവധി ഇടപെടലുകൾ നടത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് അതാത് പാർട്ടികളുടെ പ്രതിനിധികൾ പറഞ്ഞു. MLA കഴിഞ്ഞ നിയമസഭയിൽ സബ്സ്ക്രിപ്ഷൻ ഉന്നയിച്ച് അതേപോലെ തന്നെ മന്ത്രി ഇടപെടൽ നടത്തി വിവിധ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തി. പക്ഷെ നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ് തൊട്ട് ഈ പരിമിതമായ പഞ്ചായത്ത് ഭരണ സംവിധാനത്തിന് വരെയും ഇതിനകത്ത് ഇടപെടുന്നതിന് പരിമിതിയുണ്ട്. ആ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഒരു മോണിറ്ററിംഗ് സംവിധാനം ഉണ്ടാകുക. ഞങ്ങൾ 5 ദിവസം അവിടെ നിന്ന് ട്രാഫിക് കൺട്രോൾ നടത്തി ഒരു പ്രശ്നമില്ലാതെ ഈ അരൂര് ജംഗ്ഷൻ മുതൽ കട്ടോണ്ട് അപ്പുറം വരെ അടച്ചു മൂടിയിട്ട് ഇവിടുത്തെ ക്രോസിംഗ്
അടച്ചത് വർഷം 1.5 പണി തുടങ്ങിയ സമയം മുതലുള്ള വ്യക്തിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കുട്ടികൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. എഗ്രിമെന്റ് ഇവിടെ വായിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത് ആദ്യം വായിക്കാം. ശരി, 20 ദിവസത്തിനുള്ളിൽ മാറ്റി വെള്ളവും ഇനി മുതൽ അവർ റോഡിലേക്ക് ഒഴുക്കില്ല എന്ന് അവർ പറഞ്ഞിരുന്നതാണ്. ഇപ്പോഴും അവർ നമ്മളോട് ആവശ്യപ്പെടുന്നു. അവർ ഈ ഡ്രഡ്ജ് ചെയ്ത വെള്ളം സാധാരണ എല്ലാ പഞ്ചായത്തുകളും, അതായത് അവർ പറയുന്നത് തുറവൂരൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കാൻ പാടശേഖരങ്ങൾ ഉണ്ടായതുകൊണ്ട് അവർ ആ വെള്ളം അവിടെ ഒഴുക്കി അവർ സഞ്ചാരയോഗ്യമാക്കും. പിന്നെ വാഹന ഗതാഗതത്തിനുള്ള ഭാഗം, അതായത് 3.5 മീറ്ററോളം ടൈലിട്ട് ക്ലിയർ ചെയ്യും. പുത്തൻതോടിൽ ചെളിയിട്ടിട്ടുള്ളത് ക്ലിയർ ചെയ്യും. ഓൾഡ് NH റോഡ് പഴയ ക്വാളിറ്റിയിൽ തിരിച്ചു നൽകും എന്ന ഏകദേശം ഇത്രയും തീരുമാനങ്ങളാണ്. ഇപ്പോൾ ഒരു ജനകീയ സമിതി എന്ന നിലയിൽ നിങ്ങളെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഇന്ന് കുറച്ച് പേര് കൂടി അംഗങ്ങളായിക്കൊണ്ട്, അല്ലെങ്കിൽ മുഴുവൻ പേരും ആവണമെന്നില്ല, നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ആയിക്കൊണ്ട് നമ്മളെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഒരു ജനകീയ സമിതിയായി നമുക്ക് തീർച്ചയായും ഈ 25-ാം തീയതിക്കകം തന്നെ മന്ത്രി ഉൾപ്പെടെ, ഇപ്പോൾ പ്രധാനമന്ത്രിയാണ് ഈ 3 ദിവസങ്ങളിലുള്ള ഓൺലൈൻ മീറ്റിങ്ങുകളെല്ലാം ഭാഗമായൊക്കെ കണ്ടക്ട് ചെയ്തത്. അദ്ദേഹത്തെയും നമ്മുടെ SP-യെയും പോലീസ് സംവിധാനങ്ങളും കണക്കുകളെല്ലാം ഉൾപ്പെട്ടുകൊണ്ട് ചന്ദ്രൂർ മേഖല ഏതാണ്ട് നിശ്ചലമായി. കാരണം ഈ ഫീലിംഗ് മേഖലയിൽ തൊഴിലാളികൾ മറ്റ് ദേശങ്ങളിൽ നിന്ന് പണിയെടുക്കുന്നു. അവർക്ക് വരാൻ കഴിയാത്ത പ്രശ്നമുണ്ട്, കടകൾ തന്നെ അടച്ചു പോകുന്നുണ്ട്. അപ്പൊ അത് നിരന്തരം അടച്ചിടുന്ന ഒരു സംവിധാനം ഉണ്ടാകാൻ പാടില്ല. അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി LS അശോക് കുമാർ. നന്ദി.